അപ്പൊ മതോന്മത്തനായിക്കൊണ്ട് കഴിഞ്ഞ 27 വർഷക്കാലം അദ്ദേഹത്തിന് ആയുസ് അല്ലാഹ് നൽകിയപ്പോഴും മഹാൻ അലാ വഖീദി വളരെ 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 സുഖത്തിലായിരുന്നു ജീവിച്ചിരുന്നതെന്നാണ്. അതിന്റെ ഇടയിലാണ് അദ്ദേഹം ഒരു ഗാനം കേട്ടത്. ആ ഗാനം അദ്ദേഹത്തെ ചിന്തിപ്പിച്ചു. അദ്ദേഹം കഴിഞ്ഞുകൂടി എല്ലാ സുഖത്തിൽ നിന്നും മാറി ചിന്തിക്കുവാനുള്ള അവസരം ആ സംഗതി കൊടുത്തു, ആ പാട്ട്. അങ്ങനെ ആ രാഗം കേട്ടപ്പോൾ ആ രാഗം പാടിയ ഒരാളെ അന്വേഷിച്ച് പിടിക്കാൻ വേണ്ടി തന്റെ അടിമകളെ വിട്ടു. അങ്ങനെ അടിമകൾ വിട്ടപ്പോൾ എന്തുണ്ടായി നോക്കാവോ? കാല, അദ്ദേഹം പറയുന്നു, തുലുബു സ്വായിബഹാദ സൗത്തി, ഇവിടെ ഈ പാട്ടുപാട് എന്റെ ഹൃദയത്തെ പിടിച്ചുകുലുക്കി ഞാൻ സുഖിച്ചു ജീവിക്കുന്ന സുഖത്തുനിന്ന് മാറി ചിന്തിപ്പിക്കുവാൻ അവസരം നൽകിയ അദ്ദേഹത്തിന്റെ ശബ്ദമുണ്ട്. ആ ശബ്ദം പറഞ്ഞ ആളാരാണെന്ന് തേടിപ്പിടിക്കണം നിങ്ങൾ എന്നാണ്. വക്കാന അമിലവി ഷറാബ്, എന്തോ മൂപ്പരില് വേണ്ടാത്തൊരു ചിന്ത കടന്നുകൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം ഈ യുവാവിന് അതല്ലേ പരിചയമുള്ളൂ. അപ്പൊ യുവാവ് അങ്ങനെ ചിന്തിക്കുള്ളൂ. എന്തോ അദ്ദേഹം കുടിച്ചിട്ട് ലഹരി പിടിച്ചു എന്നൊക്കെ തോന്നുന്നുണ്ട്. ഏതായാലും ആളെ കൂട്ടിക്കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇൽമാനുയ തോഫോന, നാട് സഞ്ചരിച്ച് ചുറ്റിപ്പിടിച്ചവർ അങ്ങനെ ചുറ്റി നടക്കുകയാണ് ആര്? അടിമകൾ. ഫഇദാഹും ബിശാബിൻ, അങ്ങനിരിക്കെ അവരത് ഒരു യുവാവിനെ കണ്ടെത്തുന്നു. നഹീൽ ജിസ്മി, തടി മറ്റേ മെലിഞ്ഞൊരു കോലായ മനുഷ്യൻ. ദഖീഖിൽ ഉനുക്ക്, പെരടി വളരെ കനം കുറഞ്ഞ ആള്, ഇറച്ചൊന്നുമില്ല തീരെ. മുസ്ഫറുല്ലൗൻ, നിറം മഞ്ഞയായി കളിക്കുന്നു. ദാബിൽ ഷഫത്തൈൻ, ചുണ്ടക്കാകെ വരണ്ട് കൊടിപ്പോയിക്കണ്. സഅസുർ റൈസ്, തലമുടിയാകെ ചടകുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വയറും മുതുകും ഒട്ടി നിൽക്കുന്നു. ഇങ്ങനെ എല്ലാം കൊണ്ടും ശോഷിച്ച ഒരു മനുഷ്യനെ കണ്ടുമുട്ടിയത് ഇവർ. അലേഹി തൊമ്രാനി, അദ്ദേഹത്തിന്റെ മേൽ 2 പുതപ്പ് കാണാനുണ്ട്. ലായത്തവാറാബി വൈരിഹിമ, ഈ 2 പുതപ്പ് കൊണ്ടല്ലാതെ അദ്ദേഹം മറക്കാറില്ല. ഹാഫിൽ ഖദമൈനി, പിന്നെ എങ്ങനെയാണ്? അപ്പൊ 2 പുതപ്പ് മാത്രമേ പൊറുക്കുള്ളൂ, എല്ലാം കൊണ്ടും സാധു. ഹാഫിൽ ഖദമൈനി, ചെരുപ്പില്ലാതെ പോകുന്ന മനുഷ്യൻ. ഖായിമുൻ ബിൽ മസ്ജിദി, അദ്ദേഹം പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നു. യുനാജി റബ്ബഹു സുബ്ഹാനഹു വ തആല, തന്റെ റബ്ബുമായി മുനാജാത്ത് നടത്തുന്ന, ഇങ്ങനെ പാദരക്ഷൊന്നും ഇല്ലാത്ത 2 പുതപ്പ് മാത്രം എടുക്കുന്ന, അങ്ങനെ ഒരു മെലിഞ്ഞ, എല്ലാം കൊണ്ടും ശോഷിച്ച, ഒരു ആരോഗ്യമില്ലാത്തൊരു മനുഷ്യൻ. ഇതാണ് അടിമകൾക്ക് തേടിയിട്ട് കിട്ടിയത്. അങ്ങനെ അഖ്റജൂഹു മിനൽ മസ്ജിദി, പള്ളിയിൽ നിന്ന് അദ്ദേഹത്തെ അവർ പുറത്തു ചാടിച്ചു. വന്തലഖൂ ബിഹി, അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി അവർ. ലാ യുകല്ലിമൂനഹു, ഒന്നും ഇദ്ദേഹത്തോട് സംസാരിക്കുന്നില്ല. ആ യുവാവിന്റെ ആജ്ഞ ഇവര് പ്രവർത്തിക്കുക എന്ന് മാത്രം. വഖഫു ബിഹി ബൈന യദിഹി, അങ്ങനെ ആ യുവാവിന്റെ മുന്നിലേക്ക് ഇദ്ദേഹത്തെ അവർ കൊണ്ടുവച്ചു കൊടുത്തു. നോക്കുമ്പോ നളറയിലേക്ക് ആ യുവാവ് ഈ മനുഷ്യനിലേക്ക് നോക്കിയിട്ട് ചോദിച്ചു, വഖാല മൻ ഹാദാ, ഇതാരാണ്, ഇവൻ ആരാണ് എന്ന് പറഞ്ഞു. ഫഖാലു, അപ്പോൾ ഈ അടിമകൾ പറഞ്ഞു, പ്രജകൾ പറഞ്ഞു, സ്വായിബുൻ നിഅമ അല്ലത്തി സമിഅത, താങ്കൾ കേട്ടതായിരിക്കുന്ന രാഗമുണ്ടല്ലോ നഅമത്ത്, ആ നഅമത്ത് ചൊല്ലിയ ആള് ഇദ്ദേഹമാകുന്നു എന്ന്. ഖാല ഐന അസബ്തുമൂഹു, എങ്കിൽ ഇദ്ദേഹത്തെ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി, എവിടുന്ന് എത്തിച്ചു ചോദിച്ചപ്പോൾ ഖാലു, അവര് പറയുന്നു, ഫിൽ മസ്ജിദി, പള്ളിയിൽ ഞങ്ങൾ കണ്ടു. ഖായിമൻ, നിൽക്കുന്നവനായിട്ട്, യുസല്ലി, നിന്ന് നിസ്കരിക്കുകയാണ്. യഖ്റഉ വയഖ്റഉ, അദ്ദേഹം ഖുർആനും ഓതുന്നുണ്ട്. ഈ രീതിയിലാണ് ഞങ്ങൾ കിട്ടിയത് എന്ന് പറഞ്ഞു. ഫഖാല, അങ്ങനെ വന്നപ്പോൾ അയ്യുഹശ്ശാബു മാ കുന്ത തഖ്റഉ, അപ്പൊ ആ ഷാബ് ചോദിക്കുക, അയ്യുഹശ്ശാബ്, യുവാവ്, ഇദ്ദേഹം യുവാവ് തന്നെയാണല്ലോ. മാ കുന്ത തഖ്റഉ, എന്തേ നീ ഓതിയിരുന്നത് എന്ന് ചോദിച്ചു. കാല, അപ്പൊ ഈ യുവാവ് പറയുകയാണ്, പിടിക്കപ്പെട്ട യുവാവ്, കാല കലാമുല്ലാഹി അസ്സ വജല്ല, ഞാൻ അള്ളാന്റെ കലാം ഓതിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞു. കാല, അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറയുകയാണ്, എന്ത്? ഫഅസ്മിഇനി തിൽക നിഅമത, നീ ആ നിഅമത്തൊന്ന്, നഅമത്ത്, നീ ആ രാഗം ഒന്ന് എന്നെ കേൾപ്പിച്ചുകൊണ്ട് അത് വല്ലാത്തൊരു ചിന്തയായി മാറി. ഫഖാല, അപ്പോൾ ഈ യുവാവ് പറയുന്നു, ഏത് പിടിക്കപ്പെട്ട യുവാവ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം,
ഇന്നൽ അബ്റാറ ലഫീ നഈം വഇന്നൽ ഫുജ്ജാറ ലഫീ സിജ്ജീൻ വമാ അദ്റാക മാ സിജ്ജീൻ കിതാബും മർഖൂം. ഇങ്ങനെ തുടങ്ങി. ഇത് കേൾക്കുമ്പോഴത്തെ ഒരു രാഗം പോലെ ഉണ്ടല്ലോ. അത് ഞാനല്ല കേട്ടോ, ഞാൻ രാഗം പാടിയതല്ല. ഈ ഖുർആന്റെ ഓത്ത് കേട്ട രാഗേ തോന്നുള്ളൂ. അങ്ങനെയാണ് അദ്ദേഹം കേട്ടത്. അങ്ങനെ ഓതിക്കൊടുത്തു. ആ ഓതിക്കൊടുത്തപ്പോൾ എന്തുണ്ടായി? ഏതുവരെ? തബാറക വതആല ഐനൻ യശ്റബു ബിഹൽ മുഖറബൂൻ. അതാണ് ഓതിക്കൊടുത്തു. അയ്യുഹൽ മഗ്റൂർ, ഏ വഞ്ചിക്കപ്പെട്ട മനുഷ്യ, ഇന്നഹാ നിശ്ചയമായിട്ടും ഈ പറഞ്ഞ കലാമുകളെല്ലാം ഖിലാഫ് മജ്ലിസിക, നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിന് എതിരാട്ടോ, മനസ്സിലാക്കിക്കോ. ഇതൊക്കെ നിനക്കെതിരാണ്. മാത്രമല്ല വമുതസറഫക, നിന്നി വെളിപ്പെട്ടിരിക്കുന്ന കേന്ദ്രം, അതിനെതിരാണ് ഇത്. വഫുർഷിക, നിന്റെ വിരിപ്പുകൾക്കെതിരാണ് ഈ പറഞ്ഞതെല്ലാം അനുഗ്രഹങ്ങള്. ഇന്നഹാ നിശ്ചയമായിട്ടും ആ പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ അറായിക്കു, അത് കട്ടിലുകളാണ്. എങ്ങനത്തെ കട്ടിലുകൾ? മഫ്റൂഷത്തുൻ, വിരിക്കപ്പെട്ടതായിരിക്കുന്ന, ഉയർത്തപ്പെട്ടത്. ബിഫുർഷിൻ മർഫൂഅ, ഉയർത്തപ്പെട്ടതായ നല്ല വിരിപ്പുകൾ വിരിക്കപ്പെട്ടതായിരിക്കുന്ന കട്ടിലുകൾ. ബതാഇനുഹാ മിൻ ഇസ്തബറഖിൻ, അവിടെ നല്ല സുഖസുന്ദരമായ മിനുഷമുള്ള പട്ടാണ് അതിന്റെ ഉള്ള്. അലാ റഫുറഫിൻ ഖുദ്രി വബഖരിൻ, പരവതാനിയുടെ മുകളിലുണ്ട്, വിരിച്ചു കിടക്കുകയാണ് പച്ചപ്പരവതാനി. വാബഖരിൻ, അതുപോലെ ഉയർന്ന പരവതാനി. അങ്ങനെയുള്ളതായിരിക്കുന്ന ആ പരവതാനിയുടെ മേലുണ്ട് ഈശാനുൻ, നല്ല അഴകുള്ളതായിരിക്കുന്ന ആളുകള്, നല്ല ഈശാനുണ്ട്. യുശ്രിബു വലിയുള്ളാഹി തആല മിൻഹാ, ആ ഉന്നതമായിരിക്കുന്ന ഈ പറഞ്ഞ കട്ടിട മുകളിൽ നിന്ന് വെളിപ്പെട്ട് അല്ലാഹുവിന്റെ ഔലിയാക്കള്. അലായിനൈനി, രണ്ട് പുഴയുടെ പേരിൽ. തജ്രിയാനി, ആ രണ്ട് പുഴകൾ ഒഴുകുന്നുണ്ട്. ഫീ ജന്നത്തൈനി, രണ്ട് ഉദ്യാനങ്ങളിൽ. ഫീഹിമാ, രണ്ട് ഉദ്യാനങ്ങളിലുണ്ട്. മിൻ കുല്ലി ഫാക്കിയത്തിൻ, എല്ലാ സൗജാനി, എല്ലാ ഇരട്ട പഴങ്ങളുണ്ട്. ലാ മഖ്തുഅത്തിൻ വലാ മംനുഅ, ഒരു കാലത്തും മുറിക്കപ്പെടാൻ കഴിയില്ല, തീർന്നു പോകൂല, വില കൊണ്ട് തടയപ്പെടാനും കഴിയൂല. അങ്ങനെയുള്ളതായിരിക്കുന്ന പഴങ്ങളാണ്. ഈശത്തിൻ ആലിയ, സുഖസുന്ദരമായ പൊരുത്തപ്പെട്ട ജീവിതം. ഈ ജന്നത്തിൻ ആലിയ, സുഖലോക ഉയർന്ന സ്വർഗത്തിൽ. ലാ തസ്മഉ ഫീഹാ ലാഗിയ, ആ സ്വർഗീയ ലോകത്ത് വേണ്ടാത്തൊന്നും നീ കേൾക്കൂല. ഫീഹാ ഐനുൻ ജാരിയ, ആ സ്വർഗീയ ലോകത്ത് എന്തുണ്ട്? ഒഴുകുന്ന പുഴകളുണ്ട്. ഫീഹാ സുറുറുൻ മർഫൂഅ, ഉയർത്തപ്പെട്ട കട്ടിലുകളുണ്ട്. വഅക്വാബുൻ മൗളൂഅ, അവിടെ വെക്കപ്പെട്ടതായിരിക്കുന്ന കോപ്പകളുണ്ട്. വനമാരിഖു മസ്ഫൂഫ, നല്ല അടുപ്പ് വെച്ചതായിരിക്കുന്ന കട്ടിന് തലയിണകളുണ്ട്. വസറാബിയ്യു മബ്സൂസ ഫീ ദിലാൽ, നിഴലുകളിലായി പരത്തപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് നിഴലുകൾ അവിടെയുണ്ട്, സുഖമാണ്. പിന്നെന്താ? ഒയ്യൂൻ, പുഴകള്. കുലുഹ ദായിമായെന്നും ഭക്ഷിക്കാം. ഒതില്ലുഹ, അതിൽ നിഴലെന്നുണ്ടാകും, നല്ല സുഖമാണ്. ഇതൊക്കെ ആർക്കാണ്? അള്ളാനെ പേടി ജീവിച്ച ആളുകൾക്കുള്ള അന്തിമ ഫലമാണ്. നരകാവകാശികൾക്കുള്ള അന്തിമ ഫലം അവർക്ക് നരകമാണ്, കാഫിറുകൾക്ക്. അയ്യുനാർ, എന്താണ് നരകം? ഇന്നൽ മുജ്രിമീന ഫീ അദാബി ജഹന്നമ, നരകത്തിന്റെ ശിക്ഷയിൽ അക്രമകാരികൾ ഖാലിദൂന, ശാശ്വതരാണ്. ലാ യഫ്തുറു അൻഹും, അതിനെ തൊട്ട് തീ ഒരിക്കലും മുറിഞ്ഞു പോകുകയില്ല, എന്നുണ്ടാവും, തളരൂല എന്ന് പറഞ്ഞാൽ മുറിഞ്ഞു പോകില്ല. വഹും മുബ്ലിസൂന, അവർ ദുഃഖിതരാണ്. ഫീദിലാലിൻ വസ്വയർ, കത്തിയാണെന്ന നരകക്കുണ്ടിന് തീയിലാണവർ. യൗമ യുഹ്സബൂന ഫിന്നാർ, നരകത്തിലിട്ടവരെ വലിക്കപ്പെടും. അലാ വുജൂഹി, മുഖത്തിന്റെ മേൽ കമഴ്ത്തി വലിക്കും. ദൂഖൂ, നിങ്ങൾ രുചിക്കണം. മസ്സ സഖർ, സഖർ എന്ന് പറയുന്ന തീയന് രുചിച്ചോളയും. ഫീ സമൂമിൻ ഹമീം, രോമകൂപ്പങ്ങൾ കടന്നു പോകുന്ന തീയാണ്. വാമിൻ, ചൂടാണ്. വദില്ലിൻ യമൂം, അവിടെ ആകെ ചൂടായിട്ട് ആകെ കറുത്തുരുണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരവസ്ഥയാണ്. യവദ്ദുൽ മുജ്രിമു, അങ്ങനെ തമ്മാടിയായ കാഫറായാൽ കൊതിച്ചു പോകുന്ന നരകത്ത് കിടക്കുമ്പോ ലോ യഫ്തദീ മിൻ അദാബി യൗമഇദിൻ, അന്നേ ദിനത്തിലുള്ള ശിക്ഷയെ തൊട്ട് ഒന്ന് ദണ്ഡം ചെയ്താൽ ബിബനീഹി വസായിബത്തി വാഹി വഫസീലത്തിഹില്ലത്തി
തൂബിഹി അവൻ അഭയകേന്ദ്രം നൽകാൻ പറ്റുന്നതായ അവന്റെ കുടുംബങ്ങള്, സഹോദരന്മാര്, ഭാര്യമാര്, മക്കൾ, ഇവരെ കൊണ്ട് ഈ ശിക്ഷ ലഘൂകരിക്കുവാൻ പറ്റുന്ന വിധം ദണ്ഡം ചെയ്യുകയാണ് എങ്കിൽ അതായിരിക്കുമല്ലോ ഉപകാരം എന്നവർ വിചാരിച്ചു പോകും. കയ്യൂല ആ ഭൂമിയുള്ള എല്ലാവരും കൊണ്ടെന്ന് കൊടുത്താലും സുമ്മയുനജ്ജീഹി പിന്നീട് അവരെ രക്ഷപ്പെടുത്തുക എന്നവൻ കൊതിക്കു പോകും. അങ്ങനെ ഉണ്ടാവും. കാഫിറുകളായ ആളുകളൊക്കെ അത് കൊതിക്കും. കല്ല, അങ്ങനെയല്ല. ഇന്നഹാലിശവ ആ നരകം കത്തിയാളുകയാണ്. നസാഅത്തുല്ലിശവ കരിഞ്ഞ തോര ഓരിക്കളഞ്ഞ് വീണ്ടും നല്ല നല്ല തോലുണ്ടാക്കി തീർക്കും. പിന്നെയും കരിച്ചും ആരാണ് അഹങ്കരിച്ചു പോയത്, ആരാണ് പിന്നിട്ട് പോയതുപോലെ പിന്തുടരും. ഒരുമിച്ച് കൂട്ടും. വളരെ വളരെ ബുദ്ധിമുട്ടിയുള്ള വിഷയത്തിൽ അവൻ പറ്റ തളർന്നു പോകും. ആദാബിൻ ഷദീദ് അത് കഠോരമായ ശിക്ഷ ക്ഷീണിച്ചു. റബ്ബിൽ ആലമീന സർവലോക രക്ഷിതാവിന്റെ ഭാഗത്തുനിന്നുള്ള ദേഷ്യം അതിലവൻ തളർന്നു വീഴുകയാണ്. വമാഹും മിൻഹാ മുഖ്റജീന ഒരിക്കലും ആ നരകക്കുണ്ടിൽ നിന്ന് അവരൊരിക്കലും രക്ഷപ്പെടാൻ കഴിയൂല. എന്നിത്യാദി ഉപദേശങ്ങൾ ആ പിടിക്കപ്പെട്ട യുവാവ് ഈ സുഖത്തിൽ കഴിയുന്ന യുവാവിന്റെ മുന്നിൽ അവതരിപ്പിച്ചു. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ എന്തുണ്ടായി? അവസാനം ഈ സുഖലോലുപനായി കഴിഞ്ഞ, ആർഭാടത്തിൽ കഴിഞ്ഞ, സുഖിച്ചു കഴിഞ്ഞ യുവാവിന്റെ മാറ്റം എന്ത് സംഭവിച്ചു? അദ്ദേഹം അങ്ങനത്തെ തുടരുകയാണോ? എന്താണ് മാറ്റം? അടുത്ത് കേൾക്കാം.